ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന്, അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള കമ്പൈൻ എനർജി, ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് റിയൽ ആയിട്ടുള്ള സ്നേഹമാണോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജനറലൈസ് വീഡിയോ ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ റീസണേറ്റ് ആവുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക, ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക, പേര് നിങ്ങൾ 3 പ്രാവശ്യം പറയുക. നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. ഇവിടെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് നൗ ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് സ്പെൻഡ് സം ടൈം എലോൺ ഇൻസ്റ്റെഡ് ഓഫ് പ്ലേസിംഗ് യുവർ ഫോക്കസ് ഓൺ അനദർ. നൗ ഈസ് ദ ടൈം ടു ഗീവ് ടു യുവർ സെൽഫ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് ഡിവൈൻ നൽകുന്ന മെസ്സേജ്. നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ പിറകെ ഒരുപാട് ചേസ് ചെയ്ത് പോകുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വാട്സപ്പ് നോക്കുക, അല്ലെങ്കിൽ ആ വ്യക്തി ഓൺലൈനിലുണ്ടോ നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അത് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണോ നല്ലത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ബ്യൂട്ടി കോൺഷ്യസ് വർദ്ധിക്കട്ടെ. അതുപോലെ തന്നെ അത് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അത് നിങ്ങൾക്ക് ഗ്രോത്ത് കൊടുക്കുന്ന ആ ഒരു സബ്ജക്റ്റിലാകട്ടെ. ഇവിടെ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ പ്രണയത്തോടു കൂടെ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ആ വ്യക്തിയുടെ ചിന്തയിൽ നിങ്ങൾ ഉണ്ട്. ആ വ്യക്തി ചിന്തിക്കുന്നത് അവൾ ഓർ അവൻ എൻ്റെ പ്രണയിനിയാണ് അല്ലെങ്കിൽ പ്രണയിതാവാണ് എന്ന് തന്നെ ചിന്തിക്കുന്നു. നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും, പക്ഷെ ആ വ്യക്തിയുടെ ചിന്തയിൽ ഇപ്പോൾ പോലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. റൊമാൻസ്, ഇവിടെ പ്രണയം തന്നെയാണുള്ളത്. പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കൂ, അവരിലേക്ക് ഫോക്കസ് കൊടുക്കാതെ നിങ്ങൾ സെൽഫ് ലവ് ആരംഭിക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് നൽകുന്ന മെസ്സേജ്. അതാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. ഇവിടെ പ്ലേഫുൾനെസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിരിക്കൂ എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും, ഒന്നുകിൽ വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളാകാം, പഴയ കാര്യങ്ങളെ ഓർത്തിട്ട് മറ്റൊരാളോട് പകപോക്കുന്ന ഒരു നേച്ചർ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം ആ ഒരു സ്വഭാവം ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആ വ്യക്തി എന്ത് പറഞ്ഞാലും എന്ത് ക്ഷമയാചിച്ചാലും ഒക്കെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് സ്വയം വിഷമിക്കുകയാണ്. ഒരു സന്തോഷവും നിങ്ങളിലേക്ക് അപ്പോൾ വരില്ല. പാസ്റ്റിനെ എപ്പോഴും മറന്നു കളയുക, നിങ്ങൾ റിലീസ് ചെയ്ത് കൊടുക്കുക. പോസിറ്റീവായിട്ടുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഇവിടെ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് സ്വേഡ് എന്ന് പറയുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. കിങ് ഓഫ് സ്വേഡ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണെന്ന് കരുതുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയം നല്ല ഡിസിഷൻ എടുക്കണമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ആ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള ഒരു അവയർനെസ്സിൽ നിന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ പിരിഞ്ഞിരുന്നപ്പോൾ ഏറെ ദുഃഖം ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അപ്പോഴായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു അവസ്ഥ എന്താണ്, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ളതൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ പിരിഞ്ഞിരിക്കുന്നപ്പോഴായിരിക്കാം. ഇവിടെ ഒരു അവയർനെസ് കിട്ടിയത് കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്നത്. ഇപ്പോൾ ആ വ്യക്തിയുടെ കൂടെ വേറെ ആരുമില്ല, പക്ഷെ ഇവിടെ ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നു നിങ്ങൾ. പക്ഷേ കുറച്ച് കാലം കൊണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥ ആ വ്യക്തി ഒന്നും കാണുന്നില്ല. നിങ്ങൾ തീരെ അവോയ്ഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും എന്തൊരു അവസ്ഥയാണിത്. കാരണം ആദ്യമൊക്കെ വളരെ നല്ല ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം, നിങ്ങൾ വളരെയധികം സന്തോഷിച്ചിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം അത്. നിങ്ങൾ വളരെയധികം പ്രൗഡായിരുന്നു ഈ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആ ഒരു പ്രണയിനി ആയതിൽ അല്ലെങ്കിൽ പ്രണയിതാവായതിൽ ഒക്കെ ഒരുപാട് പ്രൗഡായിരുന്നിരിക്കണം. കാരണം അത്രമാത്രം കെയറിങ്ങും അത്രമാത്രം സ്നേഹവും ഒക്കെ
നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 7 of Wands എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തൊക്കെയോ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ അറിഞ്ഞ ആൾക്കാരും അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരും ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചൊക്കെ പാര വെക്കുന്നുണ്ട്. അത് ആരാണെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു പാരകളെയൊക്കെ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റാനായിട്ട് നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് വൈഫ് ഓർ ഹസ്ബൻഡായിട്ട് തന്നെയാണ്. കാരണം ഉണ്ട്, നിങ്ങൾക്ക് വളരെയധികം വിനയമുണ്ട്, വിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ തരത്തിലും വളരെ കുറച്ച് മെച്യൂരിറ്റി ഉള്ളൊരു പേഴ്സൺ ആണെന്ന് വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും പാരൻസിൻ്റെ സമ്മതം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഫാമിലി എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാത്രമായിരിക്കാം പരസ്പരം ഇഷ്ടപ്പെടുന്നത്. വേറൊരാളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല. ഒരുപക്ഷെ സൊസൈറ്റി അംഗീകരിക്കില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കാം. റിലീജിയൻ, കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുപക്ഷെ കണ്ടേക്കാം. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കാം, രണ്ട് കൺട്രിയിലായിരിക്കാം. ഇവിടെ ഒരു ഫേസ് റിലേഷൻഷിപ്പിൻ്റെ എന്തായാലും അവസാനിച്ചിട്ടുണ്ട്. ഒരുപാട് സ്നേഹിച്ചും കലഹിച്ചും ഒക്കെ പരസ്പരം മനസ്സിലാക്കാതെയും മനസ്സിലാക്കിയും ഒക്കെ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്, ഇത് നിങ്ങൾക്കും അറിയില്ല, ആ ഒരു പേഴ്സണും അറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യും എന്ന് ആ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റ്. ചില സത്യങ്ങളെ മനസ്സിലാക്കുന്നു, ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് തന്നെ യൂണിവേഴ്സ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ചിലപ്പോൾ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള രണ്ടാൾക്കാരാണ് എന്നുള്ള ബോധ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നുള്ളൊരു ചിന്തയായിരിക്കാം. ഈ വ്യക്തിക്ക് കുറേ മെമ്മറീസ് തനിയെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരിക്കലും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വ്യക്തിയല്ല എന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതാണ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടാകും നിങ്ങളെ എളുപ്പത്തിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നീടാണ് നിങ്ങളെ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് യൂണിവേഴ്സ് തന്നെ കൊടുത്തിട്ടുള്ളത്. കാരണം ആ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നീട് ആ വ്യക്തിക്ക് പറയാൻ തുടങ്ങിയ കാര്യം തന്നെയാണ് വന്നിട്ടുള്ളത്. 3 of Spades, ബോട്ടം ഓഫ് ഡെക്ക് 3 of Spades ആണ് ഒരു തിരിച്ചടി. അല്ലെങ്കിൽ ഈ വ്യക്തി പോയിടത്ത് ഒന്നും തന്നെ പച്ച പിടിക്കാത്തൊരവസ്ഥ, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ, അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കത് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പോരാ, ഇതിനേക്കാളും നല്ലൊരാളെ എനിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് ഈ വ്യക്തി പോയിട്ടുള്ളത്. അവിടെ ചെന്നപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ഫൈറ്റ് ചെയ്ത് വേണമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നേടേണ്ടത്. ഒരു കോമ്പറ്റീഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളും തമ്മിൽ ആ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു അവെയർനെസ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ ഒരു അവെയർനെസ് എന്ന് പറയുന്നത് നിങ്ങളെ വിട്ടുപോകുമ്പോൾ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്ന യാതനകളാണ്. ഇവിടെ യൂണിവേഴ്സ് ഇടപെട്ട് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ മനസ്സിലാക്കലുകൾ വേണം, ചില ലേണിങ്സ്, ചില പഠനങ്ങൾ പരസ്പരം ആവശ്യമാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഏറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, ആ ഒരു പേഴ്സൺ പഠിച്ചിട്ടുണ്ടാവാം. അതിലുപരിയായിട്ട് ഒരു സ്പിരിച്വൽ റീയൂണിയനാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ പിരിഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഈ വ്യക്തി പ്രോബ്ലത്തിൽ നിന്ന് പ്രോബ്ലത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരാളിൻ്റെ കൺട്രോൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തെ ഇത്രമാത്രം ബുദ്ധിമുട്ടിലേക്ക് ബുദ്ധിമുട്ടുകൾ വരുത്തിയിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അവർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ആ വ്യക്തിയെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു അവസ്ഥ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഏറെ വലഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ
നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി തരാൻ കെൽപ്പുള്ള ഒരു പേഴ്സണാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത്, നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പാർട്ട്ണർ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ യൂണീക്ക് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യമാണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം പറയാം. ഈ വ്യക്തി ഒരു അവയർനെസ്സിലൂടെ കടന്നു പോവുകയാണ്. അവർക്കൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തി മനസ്സിലാക്കുന്നൊരു കാര്യം ഒരു സ്പിരിച്വൽ റീയൂണിയൻ ആണ് നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. നിങ്ങളെ വിട്ട് കളഞ്ഞാൽ ആ വ്യക്തി വളരെ മോശപ്പെട്ട സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. ഏറെ ദുഃഖങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, ഏറെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാക്കി ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ വിട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കുന്നൊരു കാര്യമാണ്. ആ വ്യക്തി കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്, എന്തായാലും നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തും. ഇവിടെ ലെറ്റ്സ് മേക്ക് ലവ് ടുഗദർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ സ്നേഹിക്കാം. അതിന് മുമ്പ് കിട്ടിയിരിക്കുന്ന ഒരു കാർഡിൽ നീ ഒരിക്കലും എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ഒരു പേഴ്സൺ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പറയാണ് നമുക്ക് ഒരുമിച്ച് സ്നേഹിക്കാം. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത്രയും ദുരിതമായിട്ടുള്ള ആ ഒരു ലൈഫ് സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുണ്ട്. അത് യൂണിവേഴ്സ് ഈ വ്യക്തിക്ക് നൽകിയിട്ടുള്ള പാഠമാണ്, അവെയർനെസ് ആണ്. അവിടെ ദൈവം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് വി എന്നാണ് കിട്ടിയിട്ടുള്ളത്. എം എന്ന് കിട്ടിയിട്ടുണ്ട്. ഐ ജി എഫ് പി വൈ ബി എസ് സി ടി ക്യു. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. ബേഡ്, ടോറസ്, 28, round face, dark complexion, Gemini, Libra, 7 എന്നൊരു ഡേറ്റ്, 12, 13, 14. ഇവിടെ ഏജ് ഡിഫറൻസ് എന്ന് കിട്ടിയിട്ടുണ്ട്. പാരൻസ് 34, ഏരീസ്, ടിൻ, ബ്ലൂ ബട്ടർഫ്ലൈ. അപ്പോൾ നിങ്ങൾ ബ്ലൂ ബട്ടർഫ്ലൈനെ കാണുന്നുണ്ടാവാം. 999 കാണുന്നതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫേസ് അവസാനിച്ചു, വീണ്ടും നിങ്ങൾ ഒരുമിക്കുകയാണ്. ബ്ലാക്ക് കളർന്ന് കിട്ടിയിട്ടുണ്ട്. ലിയോ 38, പാരൻസ് എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഷാർപ്പ് നോസ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കാനുള്ളത്. ചെന്നൈ, തൃശ്ശൂർ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ മെസ്സേജസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ ഗോഡസിനെ നിങ്ങൾ ഉണർത്തുക എന്നുള്ളത്. സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തെ നിങ്ങൾ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ്. അവേക്കൻ ദ ഗോഡസ് വിത്തിൻ യു ത്രൂ ഡാൻസ്, സെൽഫ് കെയർ. നിങ്ങൾ നൃത്തം ചെയ്തും സെൽഫ് ലവ് ചെയ്തും നിങ്ങളെ തന്നെ നിങ്ങൾ സന്തോഷിപ്പിക്കുക എന്നേ അർത്ഥമുള്ളൂ. ഇവിടെ സെൽഫ് ലവ് ചെയ്യുക,
നിങ്ങളിലേക്ക് തന്നെ തിരിയുക. അവരെ എന്തും കാണിച്ചോട്ടെ, നിങ്ങളവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരെന്ത് ഡിസിഷൻ എടുത്തോട്ടെ, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് എത്തിയിരിക്കും. പിന്നെ നിങ്ങൾ ഗ്രീൻ താര മന്ത്ര ചിലപ്പോൾ ചാൻറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ താരാദേവിയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ചില ആൾക്കാരെങ്കിലും ഗ്രീൻ താര മന്ത്ര ചാൻറ്റ് ചെയ്യുന്ന കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, നെഗറ്റിവിറ്റി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിവൈൻ മെസ്സേജസ്. അപ്പോൾ ഇവിടെ താരാദേവിയും നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കൈവളയിൽ തന്നെ ഡിവൈൻ കൊണ്ടുതരും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്രമാണ് നെക്സ്റ്റ് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസണേറ്റായി വരത്തുള്ളൂ. നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ നെക്സ്റ്റ് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. കൂടാതെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.